എല്ലാവർക്കും നമസ്കാരം. 2026 ഫെബ്രുവരി 28 മുതൽ ഇസ്രയേലും അമേരിക്കയും ഇറാന് നേരെ ആക്രമണം നടത്തുകയാണ്. ഇറാൻ തിരികെയും പ്രതിരോധം രേഖപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ തോറ്റോടുമെന്നായിരുന്നു നമ്മൾ പലരും പ്രതീക്ഷിച്ചത്. യുദ്ധം തുടങ്ങി ഇന്ന് 27 ദിവസം പിന്നിടുന്നു, 28ലേക്ക് കടക്കുകയാണ്. എന്നാൽ ലോക പോലീസായ അമേരിക്കയ്ക്കോ ഏറ്റവും അധികം ടെക്നോളജി ഉപയോഗിക്കുന്ന ഇസ്രയേലോ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചില്ല. അതായത് ഇറാൻ അങ്ങനെ തോറ്റു മടങ്ങിയില്ല. 2026 ഫെബ്രുവരി 28 പരമോന്നത നേതാവ് അലി ഖമനേയി വധിക്കപ്പെട്ടതോടെ ഭരണമാറ്റം അടക്കം പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും സംഭവിച്ചില്ല. പുതിയ നേതാക്കൾ എത്താൻ തുടങ്ങി. ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമല്ല, മറിച്ച് ഒരു തിയോക്രാറ്റിക് ഡിക്റ്റേറ്റർഷിപ്പാണ്. അതായത് ഒരു മതാധിപത്യ സ്വേച്ഛാധിപത്യമാണ് ഇറാനിലുള്ളത്. പരമോന്നത നേതാവിന്റെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെയും ഒക്കെ കൈകളിൽ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങളല്ല, ജനാധിപത്യമല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ മതപരമായ നിലനിൽപ്പിനും താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ആ രാജ്യം മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ജനങ്ങളുടെ ഗതികേട് മനസ്സിലാക്കിയതിനാൽ ഒരിക്കലും ഇറാനെ പിന്തുണയ്ക്കാൻ പറ്റുമായിരുന്നില്ല. വ്യക്തിപരമായി എനിക്ക് വർഷങ്ങളായി ഇറാൻ ഭരണകൂടത്തിനെതിരെ തുടരുന്ന പ്രതിഷേധങ്ങളും 2026 ജനുവരിയിലൊക്കെ നടന്ന വൻ ജനകീയ പ്രതിഷേധങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ഈ ഭരണകൂടത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നു എന്നാണ്. ഈ സാഹചര്യത്തിൽ US ഇസ്രായേൽ ഇടപെടൽ ഒരു വിമോചനമായിട്ടാണ് പലപ്പോഴും ആളുകൾ കാണുന്നത്. അവിടുത്തെ ജനങ്ങളും അത് ആഘോഷിച്ചിട്ടുണ്ട്. അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട ദിവസം ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നന്ദി പറഞ്ഞുകൊണ്ട് തെരുവിൽ നൃത്തം വെച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. യുദ്ധത്തിന് തൊട്ടു മുൻപ് നടന്ന പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് സാധാരണക്കാർ ഇറാൻ സുരക്ഷാ സേന വെടിവെച്ചു കൊല്ലുകയും ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ധാരാളമായി ഉണ്ടാവുന്നതുമൊക്കെ നമുക്കറിയാം. മനുഷ്യാവകാശ സംഘടനകൾ ഇത് കൂട്ടക്കൊല എന്ന് വിളിക്കുകയും സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും വധശിക്ഷകളുടെ ഉയർന്ന നിരക്കും മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതും ഇറാന്റെ മനുഷ്യാവകാശ റെക്കോർഡ് എത്രത്തോളം മോശമാണെന്ന് തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡിനൊപ്പം നിൽക്കുക എന്നുള്ളത് വ്യക്തിപരമായ ഒരു ജനാധിപത്യവാദിക്കും പറ്റുന്നതല്ല. ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിമോചനത്തിന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇടപെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന ജൂത രാഷ്ട്രത്തിന് മേൽ അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇസ്രായേൽ പിറന്നു വീണ നാൾ മുതൽ പ്രോക്സി യുദ്ധങ്ങളിലൂടെയും നേരിട്ടുള്ള യുദ്ധങ്ങളിലൂടെയും ഇസ്രായേലിനെ പൊറുതിമുട്ടിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ഇറാൻ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. എന്നാൽ 28 ദിവസങ്ങൾ കടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാൻ എങ്ങനെയാണ് ഈ അമേരിക്കയെ പോലുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലുള്ള വൻ ശക്തികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ പശ്ചിമേഷ്യയിൽ ഇറാൻ ഒഴികെയുള്ള മറ്റ് രാഷ്ട്രങ്ങൾ, അതായത് ഗൾഫ് കൺട്രീസിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ സഖ്യശക്തികളാണ്. ഈ അമേരിക്കയുടെ സഖ്യശക്തികൾ ഉണ്ടായിട്ട് പോലും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ അമേരിക്ക ഇതുവരെ നടത്തിയിട്ടും ഇറാൻ പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് നമ്മളുടെ മുന്നിലേക്ക് കാണുന്നത്. ലോകത്തിലെ ഏറ്റവും കരുത്തരായ സൈന്യങ്ങളുടെ ആക്രമണത്തെ 28 ദിവസം ഇറാൻ എങ്ങനെ അതിജീവിച്ചെന്നത് അത്ഭുതകരമായി നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാഖിനോടൊക്കെ ഇറാൻ 8 വർഷത്തോളമാണ് യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നതെന്നുള്ളതാണ്. ഇറാൻ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളും മിസൈൽ താവളങ്ങളും ജനവാസ കേന്ദ്രങ്ങളിലും ഭൂഗർഭ നിലവറകളിലുമാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോഡോയും നതാൻസ് പോലെയുള്ള ആണവ കേന്ദ്രങ്ങളൊക്കെ ഭൂഗർഭ അറകളിലാണ്. ഇത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ ആക്രമണം നടത്തുന്നത് പ്രയാസകരമാക്കുന്നുണ്ട്. മറ്റൊന്ന്, പേർഷ്യൻ ഗൾഫിലെ ഗതാഗതം തടസ്സപ്പെടുത്തുകയും ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ വിരിച്ചും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബന്ധിയാക്കി വെച്ചുകൊണ്ടാണ് ഇറാൻ പിടിച്ചു നിൽക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട അതായത് ഈ ഹോർമൂസ് കടലിടുക്കിന് അത് അന്താരാഷ്ട്ര കപ്പൽ മാർഗമാണ്. അതിൽ ഇറാന്റെ ഒരു വലിയ ഭാഗത്തുകൂടിയാണ് ഇത് കടന്നു പോകുന്നത് എന്നുള്ളതുകൊണ്ട് മാത്രം ഇറാൻ അവിടെ ഒരു ആധിപത്യം വരികയാണ്. അതായത് ലോകത്തിലെ എണ്ണ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ഹോർമൂസ് കടലിടുക്കിനെ ബന്ദിയാക്കി വെച്ചുകൊണ്ട് വിലപേശിക്കൊണ്ടാണ് ഇറാൻ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇറാൻ പരമ്പരാഗതമായി ഇസ്രായേൽ പോലുള്ള ഹൈടെക് സൈനിക ശക്തിയുമായി നേരിട്ട് പോരാടുന്നില്ല. പകരം ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ കോടിക്കണക്കിന് രൂപ ഇറക്കി യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിൽ ലക്ഷം രൂപ മാത്രമൊക്കെ വില വരുന്ന ഡ്രോണുകളോ മിസൈലുകളോ ഒക്കെ വർഷിച്ചുകൊണ്ടാണ് ഇറാൻ പ്രതിരോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യുദ്ധത്തെ നീളാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പ്രോക്സി യുദ്ധങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലും യുദ്ധം നടക്കുന്നുണ്ട്, ലെബനനിൽ നടക്കുന്നുണ്ട്, ഗസയിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഇസ്രായേൽ തീറ്റിപ്പോറ്റി വിടുന്ന ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസ് പോലെയുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ കൂടി ഇസ്രായേലിന് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഇവിടെ എന്തുകൊണ്ട് ഇറാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇറാൻ ഒരു വലിയ രാജ്യമാണ്. അതായത് മലനിരകളൊക്കെ ഉൾക്കൊള്ളുന്ന ഭൂപ്രകൃതി, ഇതിനെ വളരെ പ്രതിരോധം തീർക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇറാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരിട്ട് ഈ രാഷ്ട്രത്തോട് ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തുക എളുപ്പമല്ല. അത് അമേരിക്കയ്ക്കും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വർഷങ്ങളായി അമേരിക്കൻ ഉപരോധങ്ങൾ നേരിട്ടിട്ടുള്ളതിനാൽ ഇറാൻ ഒരു സാങ്ഷൻസ് റെസിസ്റ്റൻസ് എക്കോണമി വികസിപ്പിച്ചിട്ടുണ്ട്. അതായത് ദീർഘകാല സമ്മർദ്ദത്തിൽ പോലും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇറാന്റെ എക്കോണമി പ്രവർത്തിക്കുന്നത്. അതായത് പ്രധാനമായും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പട്ടിണിക്കിടുക, അവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുക, അവിടെ അതിഭീകരമായ പണപ്പെരുപ്പം ഉണ്ടാവുന്നു, തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു, വിലക്കയറ്റം ഉണ്ടാകുന്നു. പക്ഷേ ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പണം അല്ലെങ്കിൽ ഓയിൽ വിറ്റ് കിട്ടുന്ന പണം അവർ യുദ്ധത്തിന് വേണ്ടി ചെലവാക്കാൻ വേണ്ടിയാണ് ഇറാൻ എപ്പോഴും മുൻഗണന നൽകുന്നത്.
ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഇറാൻ യുദ്ധത്തിൽ ജയിക്കുന്നു എന്നൊരു തോന്നൽ വരും. പക്ഷേ ഇറാൻ യുദ്ധത്തിൽ ജയിക്കുകയല്ല, പൂർണ്ണമായും തോൽക്കാതിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിന് ജയം എന്നല്ല അർത്ഥം. അതൊരു തന്ത്രപരമായ സമീപനമാണ്. അതായത് നേരിട്ടുള്ള യുദ്ധമൊക്കെ ഒഴിവാക്കി മറ്റുള്ള രീതിയിലേക്ക് യുദ്ധം കൊണ്ടുപോകാതെ ചിലവ് കുറഞ്ഞ, അതായത് ഹോർമൂസ് കടലിടുക്കിനെ ബന്ധിയാക്കി വെക്കുന്ന പോലുള്ള ചിലവ് കുറഞ്ഞ മാർഗങ്ങളിലൂടെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ അമേരിക്കയും ഇസ്രായേലും തോറ്റോ എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഇല്ല, ഇറാൻ പിടിച്ചു നിൽക്കുന്നു എന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇതിവിടെ നിന്ന് പറയുകയാണ്. ഇറാനിലേക്ക് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ മീഡിയ ഒന്നും അവർ അങ്ങോട്ടേക്ക് വിടാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നത്, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എന്താണ്, കാര്യം ഇന്റർനെറ്റ് വിച്ഛേദിച്ചിട്ടുണ്ട്. അതിഭീകരമായി എവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. അൽ ജസീറയെ പോലെയുള്ള ഇറാൻ ഫണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐസിസ് ഫണ്ടഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾ മാത്രമാണ് പുറമായും അർത്ഥത്തിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ തരുന്നത്. ഇത് എത്രത്തോളം ട്രാൻസ്പെറന്റ് ആണെന്ന് നമ്മുടെ കാര്യത്തിൽ അറിയില്ല. ഇനി എന്തൊക്കെയാണ് US-ഉം ഇസ്രായേലും ഇത്രയും നാൾ കൊണ്ട് ചെയ്തെന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തിന് വേണ്ടി അവർ നടത്തിയിട്ടുണ്ടെന്ന എല്ലാ പ്രൊജക്റ്റുകളെ നിർത്താൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല US-ഉം ഇസ്രായേലും ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളുടെ 70% തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ആഭ്യന്തര കലഹവും വിദേശ ആക്രമണവും കാരണം ഇറാന്റെ ഭരണ സംവിധാനം വലിയ സമ്മർദ്ദത്തിലാണ്. ഏറ്റവും പ്രധാനമായ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടുന്നു. തൊട്ട് പുറകെ വന്ന മൊജ്തബ ഖമനയുടെ അഡ്രസ്സ് പോലുമില്ല. വലിയ ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിലാണെന്നൊരു വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഭരണപ്രമുഖരും സൈനിക നേതൃത്വവുമൊക്കെ ഏതാണ്ട് ഒടുങ്ങിയ അവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു വശത്തുകൂടി നോക്കിയാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി എത്രനാൾ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നറിയില്ല. ഇനി ഏപ്രിൽ 6-നകം ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്ന് US മുന്നറിയിപ്പ് നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദമുണ്ട്. അവർക്ക് എത്രനാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നറിയില്ല. പക്ഷെ ഒരു മാസമായി അവർക്ക് പറ്റുന്നുണ്ട്. അത് ദീർഘകാലമായി യുദ്ധം ചെയ്തു വന്നൊരു രാഷ്ട്രമാണ് ഇറാൻ. ഇറാനെ സംബന്ധിച്ചോളം യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മൾ നോക്കേണ്ടത് യുക്രൈനും റഷ്യ യുദ്ധം ആരംഭിച്ചപ്പോൾ യുക്രൈനെ പോലെ ഒരു ചെറിയ രാഷ്ട്രത്തെ റഷ്യക്ക് 1-2 മാസത്തിനുള്ളിൽ കീഴ്പ്പെടുത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അമേരിക്കയുടെയൊക്കെ പിന്തുണയുണ്ട് യുക്രൈൻ. എന്നാൽ പോലും 3 വർഷമായി യുദ്ധം തുടരുകയാണ്. 8 വർഷമാണ് ഇറാൻ യുദ്ധം തുടർന്നു പോയത്. എത്രയോ വർഷമായി ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിനെതിരെ ഗസയിലും അവിടെയും ഇവിടെയൊക്കെയായി ഈ ഹൂത്തികളും വിമത ഗ്രൂപ്പുകളുമൊക്കെ യുദ്ധം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ടോ, ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇറാൻ ഇപ്പോൾ നടത്തുന്ന ഈ രീതി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.